പിന്നെ ആർ ജെ ഡിൻ്റെ കാര്യം. മലബാറിൽ ആർ ജെ ഡിനെ കൊണ്ട് എൽ ഡി എഫിന് ഒരു ഗുണമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവിടെ എന്താണ് മാതൃഭൂമി പത്രം കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടിയാൽ കിട്ടി എന്നുള്ളതിനേക്കാൾ അപ്പുറം വേറെ ഒരു ഗുണവും ആ സംവിധാനത്തിൻ്റെ ഭാഗമായി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, ആ സീറ്റ് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് കൽപ്പറ്റ സീറ്റാണെങ്കിലും പിന്നെ വടകര സീറ്റാണെങ്കിലും പിന്നെ അതുപോലെ കൂത്തുപറമ്പ് സീറ്റാണെങ്കിലും, ഈ കൂത്തുപറമ്പ് സീറ്റ്, ഈ 3 സീറ്റിൻ്റെ അകത്തും ഇടതുപക്ഷത്തിന് നല്ല കാൻഡിഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ജയിച്ച് കയറാവുന്ന കാര്യമുള്ളൂ. അവിടെ വലിയ മാറ്റം ഉണ്ടാകും. അവിടെയും ആ രീതിയിലൊരു പെർസെപ്ഷൻ ഉണ്ടാവും പോലും. അതുകൊണ്ടാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിനെയൊക്കെ ഇങ്ങനെ പൊക്കി പിടിക്കാൻ ഇറങ്ങുന്നത്. കാരണം എന്താണ്, അവിടുത്തെ വോട്ട് ഷെയർ എന്താണ് വളരെ മൈന്യൂട്ടാണ്. കാരണം അവിടെ ഈ ജമാഅത്ത് ഇസ്ലാമിൻ്റെ വോട്ട് എന്ന് പറഞ്ഞാൽ 5000 താഴെയോ അല്ലെങ്കിൽ 4000 താഴെ വോട്ട് മാത്രമാണ് ഈ പറയുന്ന 3 മണ്ഡലങ്ങളുള്ളത്. ആ 3 മണ്ഡലത്തിനും 4000 താഴെ വോട്ടിനെ ഭയപ്പെടുന്ന ഒരു പാർട്ടിയായിട്ട് ആർ ജെ ഡി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ പിന്നെ ആർ ജെ ഡി പോയി എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചിലപ്പം ഒറ്റ കാര്യമുള്ളൂ. അപ്പം ശ്രേയംസ് കുമാറിന് ഒരു രാജ്യസഭ, കാരണം കൽപ്പറ്റ മണ്ഡലത്തിൽ ജയിച്ച് കയറാൻ കഴിയില്ല എന്നറിയാം. അപ്പോൾ എന്താണ്, ഈ ശ്രേയംസ് കുമാറിന് ഒരു രാജ്യസഭാ സീറ്റ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഓക്കെ ആവും, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കെ പി മോഹൻ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ആ സീറ്റ് കൊടുക്കാം എന്ന് തീരുമാനിച്ചാൽ അതും ഓക്കെയാണ്. കാരണം അവിടെ ഇപ്പം കെ പി മോഹനെ തന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ജയിച്ച് കയറാം എന്നൊരു ട്രെൻഡ് ഉണ്ടെങ്കിൽ ജയിച്ച് കയറാമെന്ന് ആർ ജെ ഡിക്ക് അറിയാവുന്നതുകൊണ്ട് അത്. അപ്പോൾ ഈ ഒരു രാജ്യസഭാ സീറ്റിൻ്റെ വ്യത്യാസം മാത്രം കോൺഗ്രസ് ഓഫർ ചെയ്താൽ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. കാരണം അവിടെ വേറൊരു നേതാക്കന്മാർ വന്ന് മത്സരിക്കും. ഇപ്പം ചന്ദ്രനാണ് പിന്നെ ഇവിടെ പിന്നെ വടകര മത്സരിക്കാനുള്ളത്. അവർ എത്രയോ പ്രാവശ്യങ്ങൾ മത്സരിക്കുന്നുണ്ട്. ആ സൈറ്റും അങ്ങനെ വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം ആർ ജെ ഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ എൽ ഡി എഫ് പക്ഷത്തിന് വലിയ മാറ്റം ഉണ്ടാകും, അത് ഒന്നോ പോയോ എന്നുള്ളതിനേക്കാൾ അപ്പുറം. പക്ഷേ അങ്ങനെ അവരും ഒരു ഡിസിഷൻ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താണ്, അവർക്കും ജയിച്ച് കയറാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൽപ്പറ്റ വിട്ടുകൊടുക്കണം, സിദ്ദിഖിനെ മാറ്റിയിട്ട് വേണ്ട കൽപ്പറ്റ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്. അതത്ര എളുപ്പമാവുമോ? അപ്പോൾ അതും അത്ര എളുപ്പമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല.